വേദമൊഴിക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 5-ാം വിഭാഗത്തിൻ്റെ സംശയത്തിലാണ്. വേദം പഠിക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നാണ് എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 5-ാം വിഭാഗത്തിൻ്റെ സംശയത്തിൽ. അല്ലാണ്ട് വേറെ ദൂരത പരിവർജയെന്ന് പറഞ്ഞാൽ ഈ ഒരുക്കി ഒറ്റിക്കണതാ. ഇവിടെ ഇന്നലെയാണോ മെനിയാണെന്നാണോ എന്നറിയില്ല, ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ എന്ന് ഓർമ്മിക്കാൻ ഉതകുന്നൊരു ശ്ലോകം നമ്മളെ പഠിപ്പിച്ചു. യാ വേദബാഹ്യാ സ്മൃതയ യാശ്ച കാശ്ച കുദൃഷ്ടയ സർവാസ്താ നിഷ്ഫലാ പ്രോക്ത തമോനിഷ്ഠാ ഹി താ സ്മൃതാഃ. വേദബാഹ്യങ്ങളായ സ്മൃതികൾ യാവയാണോ കുദൃഷ്ടികളോടുകൂടിയവ യാവയാണോ അവ നിഷ്ഫലങ്ങളാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. മനു പ്രഖ്യാപിച്ചാൽ പിന്നെ അതിൽ ചോദ്യമില്ല, അത് നിഷ്ഫലങ്ങളാണ്. വേദബാഹ്യാഹി താ സ്മൃതാഃ, അവ വേദബാഹ്യങ്ങളാണ്. അപ്പോൾ ലോകത്തിലുള്ള സകല ജനങ്ങളെയും ഒരുപോലെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമൃതസ്യ പുത്രാഹ എന്ന് വിളിച്ച് സംബോധന ചെയ്ത് ഉപദേശിക്കപ്പെട്ട വേദം ഇന്നിന്ന കൂട്ടർ വായിക്കരുത് പഠിക്കരുത് എന്നൊക്കെ നിയമം വെച്ചാൽ ആ നിയമം വേദബാഹ്യമാണെന്ന് തള്ളിക്കളയണം. ആരെഴുതിയാൽ സ്മൃതി, ഒക്കെ സ്മൃതിയിലുള്ളതാണ്. സ്മൃതിയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ചെവിയിൽ ഈയല്ലേ ഒരുക്കി ഒറ്റിക്കണ്ടോ? തല ബാക്കി ഉണ്ടാവില്ലേ? വേദം ചൊല്ലുന്ന നമ്പൂതിരിയുടെ കഴുത്ത് വെട്ടണം. ഇപ്പോഴോ വേദം ചൊല്ലുന്ന നമ്പൂതിരിയുടെ കഴുത്ത് വെട്ടണം എന്ന് വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഓത്തുള്ള നമ്പൂതിരി ഓത്തില്ലാത്ത നമ്പൂതിരി എന്ന് രണ്ട് വന്നത്. എന്നിട്ട് ഏതെങ്കിലും ഇല്ലത്ത് ഓതുന്നുണ്ടോ വേദം ഓതുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അഭ്യാസികളായ നായർ നമ്പ്യാർ വിഭാഗക്കാരെ ആ ഇല്ലത്തിനടുത്ത് താമസിപ്പിച്ചിട്ടുണ്ട് സമൂതിരി. ഇതിൻ്റെ സൂക്ഷ്മ വിഷയങ്ങൾ മനസ്സിലാക്കാൻ നമ്പർ ഞാൻ തരാം, അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചോളൂ. ഇതിനെപ്പറ്റി വളരെ ഗവേഷണം നടത്തിയിട്ടുള്ള ആൾ ഇപ്പോഴും ജീവനോടുണ്ട്. 84 വയസ്സായി. വളരെ ഗവേഷണം നടത്തി അദ്ദേഹം ലേഖന സമാഹാരങ്ങൾ തന്നെ ഈ വിഷയത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പു നമ്പൂതിരി തൃപ്പൂണിത്തുറ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വെറുതെ പറയല്ലത്. മറ്റത് ഈയല്ലേ ഒരുക്കി വെറ്റിക്കണ്ടോ? ഇത് കഴുത്ത് വെട്ടണമെന്നാ. ഇത് ഭയപ്പെട്ടിട്ട് ഓത്തു നിർത്തി. വേദം ഓതണമെങ്കിൽ രഹസ്യമായിട്ട് ആരും കേൾക്കാണ്ട് ഓതണം എന്നുള്ള സ്ഥിതി വന്നു. അങ്ങനെ ഓത്തില്ലാത്ത ഗ്രാമം തന്നെ ഉണ്ട്. ഇപ്പോൾ ചരിത്രത്തിൽ അന്ധകാരാവൃതമായ പലതും സംഭവിച്ചിട്ടുണ്ട്. ധാരാളം സ്മൃതികൾ ശ്രുതി വിരുദ്ധമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. സ്വാർത്ഥമതികൾ. ശാസ്ത്രീയമായ വർണ്ണത്തിൻ്റെ സ്ഥാനത്ത് അതിഹീനമായ ജാതീയത കടന്നുകൂടിയിട്ടുണ്ട്. സമുന്നതമായ പദത്തിലുണ്ടായിരുന്ന സ്ത്രീത്വം 2ാം തട്ടിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും ഇവിടുത്തെ മാത്രം കുഴപ്പമല്ല, ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ടായിരുന്നു. മനുഷ്യനെ കറുത്ത വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചങ്ങലക്കിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംവിധാനമായിരുന്നു ലോകം മുഴുവൻ. ഭാരതത്തിലുണ്ടായിട്ടില്ല. ഭാരതത്തിൽ കൃഷ്ണനെ പൂജിക്കുക ചെയ്തത്, രാമനെ പൂജിക്കുക ചെയ്തത്, രണ്ടും കറുപ്പന്മാരാ. മറിച്ച് കറുത്ത വർണ്ണമുള്ളവരെ വാങ്ങുകയും വിൽക്ക് ആയിരുന്നില്ലേ? എന്തെന്ന് പറയാത്ത ഈ സനാതനധർമ്മത്തെ ഹിന്ദുധർമ്മത്തെ നിന്ദിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഓരോന്ന് പൊക്കി കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് പൊക്കിക്കൂടെ?
എന്ത് എന്ത് എന്താണ് കേൾക്കില്ല? അതെ, 5-ാം വിഭാഗമാണത്. എല്ലാവരുടെയും സംശയം അല്ല എന്നാണ് അയാൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ കാലത്തെ പറ്റി പറയുകയാണെങ്കിൽ പലതും പറയാം. സ്ത്രീകളുടേതും പറ്റി പറയും. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നല്ലേ ഈ പറയണത്? അമേരിക്കയിൽ എന്നാ സ്ത്രീക്ക് വോട്ടിങ് വന്നത്? ഭാരതത്തിൽ രാജ്ഞിമാരുണ്ടായിരുന്നോ സ്ത്രീകൾ? ബ്രഹ്മവാദിനിമാരുണ്ടായിരുന്നോ സ്ത്രീകൾ? വേദത്തിലുണ്ട് യുദ്ധത്തിന് പോകുന്ന സ്ത്രീ കാല് മുറിഞ്ഞുപോയി, നേരെ പോയി സർജറി ചെയ്തു, ഇരുമ്പുകാല് വെച്ച് പിടിപ്പിച്ചു, ലോഹക്കാല്, പിറ്റേന്ന് യുദ്ധത്തിന് പോയി. ഋഗ്വേദത്തിലുണ്ട്. അതുകൊണ്ട് നിന്ദിക്കാനുള്ള ഉദ്ദേശത്തിൽ ഒന്നിനെയും സ്പർശിക്കാത്തത് നല്ലത്. സ്മൃതികളിൽ ഇങ്ങനെ പല അബദ്ധങ്ങളുണ്ട്. ഇവിടെ മാത്രമൊന്നുമല്ല, ഇഷ്ടം പോലെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതൊന്നും ശ്രുതിയുടെ മുമ്പിൽ നിൽക്കില്ല. ശ്രുതിയുടെ മുമ്പിൽ നിൽക്കില്ല. വേദം പോലും വിഭജിച്ചതാരാ? വ്യാസനാണ്. വ്യാസന്റെ അമ്മയെക്കുറിച്ച് എന്താ അറിയുക? മത്സ്യകന്യക്ക് മത്സ്യക്കുട്ടിയല്ലേ ഉണ്ടാവുക? മനുഷ്യക്കുട്ടി ഉണ്ടാവുക? അങ്ങനെ പറയും. പതിനെട്ട് പുരാണങ്ങൾ ഉപദേശിച്ചതാരാ? രൗമഹർഷണി. രോമഹർഷണന്റെ പുത്രൻ രൗമഹർഷണി. സൂതന. അയ്യോ, ശൂദ്രനാണ്, അടുപ്പിക്കരുതെന്നാണോ? അദ്ദേഹത്തെ ഉച്ചാസനം കൊടുത്ത് ഇരുത്തി ശൗനകാദി മഹർഷിമാര് പുരാണജ്ഞാനം മുഴുവൻ നേടി. ഇതാണ് ഭാരതം. ഇതാണ് ഭാരതം. ഇവിടെ വിഭജനത്തിന് വേണ്ടി പലരും വിൽസിതമായ പലതും എഴുതി ചേർത്തു. തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മളതിനെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. 1700കളുടെ ഒടുവിലാണോ 1800കളുടെ ആരംഭത്തിലാണോ എന്നറിയില്ല, എഴുതപ്പെട്ട സന്യാസോപനിഷത്തിൽ ചതുർഷു വർണ്ണേഷു ഭൈക്ഷ്യമാചരേതെന്നാണുള്ളത്. ഇതിൻ്റെ പുസ്തകത്തിൻ്റെ കോപ്പി ഗുജറാത്ത് ആശ്രമത്തിലുണ്ട്. ഇപ്പം നമുക്ക് വാങ്ങിയാൽ കിട്ടുന്ന പുസ്തകത്തിൽ ത്രിഷുവർണ്ണേഷു ഭൈക്ഷ്യമാചരേതെന്നാണ്. ആരാണ് ശൂദ്രനെ ഒഴിവാക്കിയത്? ഋഷീശ്വരന്മാരാണോ അല്ല ഈ കഴിഞ്ഞ 200 കൊല്ലം കൊണ്ടാണോ? ഇത്തരം യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ബോധം ഉണ്ടാവുക. ഇപ്പം സ്മൃതികളിൽ ഇങ്ങനെ പല അബദ്ധങ്ങളും വന്നിട്ടുണ്ട്. എന്തായാലും ഇത്ര വലിയൊരു ജിജ്ഞാസയുള്ള സ്ഥിതിക്ക് നമുക്കത് നോക്കാം. ഈ എങ്ങനെയാണ് ഒരുക്കി ഉറ്റിക്കേണ്ടതെന്നുള്ളത്. വേദത്തിൽ, യജുർവേദത്തിൽ 26-2, യജുർവേദത്തിൻ്റെ വേദാണല്ലോ പരമപ്രമാണം, അതിൽ 26-2 യഥാമാം വാചം കല്യാണീം എന്ന് തുടങ്ങുന്ന മന്ത്രം ശൂദ്രായ ചര്യായ ച. ഈ വേദം ആർക്ക് കൊടുക്കണം? ആരെ വേദം പഠിപ്പിക്കണം? ആരെയാണ് വേദം പഠിപ്പിക്കേണ്ടത്? അവിടെ വേദം പറയുന്നത് എന്താണ്? ശൂദ്രനായിക്കൊണ്ട് ഈ വേദം അങ്ങേയറ്റം കല്യാണിയായ, അങ്ങേയറ്റം മംഗളകരയായ ഈ വേദത്തെ ശൂദ്രന് പഠിപ്പിക്കണം എന്ന് പറയുന്നു. ശൂദ്രന് വേദം പഠിപ്പിക്കണമെന്ന് പ്രത്യേകിച്ച് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആര്? യജുർവേദം. നമ്പർ നോട്ട് ചെയ്തോളൂ, 26-2. പിന്നെ ഋഗ്വേദത്തിൽ 10:53-4
പഞ്ചജനാ മമ ഹോത്രം ജുഷുധ്വം. ഒത്തുചേർന്ന് പഞ്ചജനന്മാർ ശൂദ്രന്മാർ ഒത്തുചേർന്ന് ഹോമം ചെയ്യണം, അഗ്നിഹോത്രം ചെയ്യണം. സഭയിൽ, പണ്ഡിത സഭയിൽ എത്തിച്ചേർന്ന ശൂദ്രരെ എങ്ങനെയാണ് ആദരിക്കേണ്ടത്? ശ്രോത്രമാനാർഹ ശൂദ്രോപി, മാനാർഹന്മാരായിട്ടുള്ള ശൂദ്രരെ ആദ്യം ബഹുമാനിക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ് മനുവിൻ്റെ വാക്യം. അപ്പം ഇങ്ങനെ വരുമ്പോൾ ശൂദ്രരെ ചെവിയിൽ ഈയൊരുക്കൂറ്റിക്കണം, അവരെ അകറ്റണം, ദൂരത പരിവർജയെന്നൊക്കെ പറയും. അത്തരം സ്മൃതികളെ വേദവിരുദ്ധമാണെന്ന് മനസ്സിലാക്കി തള്ളുക എന്നതേ ഉള്ളൂ. ചരിത്രത്തിൻ്റെ ഗതിയിൽ ശ്രുതിയായി പറഞ്ഞത്. അല്ല, അത് വിദ്വാൻമാരുടെ ബ്രാഹ്മണൻ വൈശ്യൻ ശൂദ്രൻ ഉണ്ടല്ലോ, ഇല്ലാന്നാര് പറഞ്ഞു? ആയിക്കോട്ടെ, അവിടെ ഉച്ചനീചത്വ കൽപ്പന ഇല്ല. ഉച്ചനീചത്വ കൽപ്പനയോ വേദനിഷേധമോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ സ്മൃതികളിൽ അവ ഉണ്ട്, സ്മൃതികളിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പാടില്ല. അപ്പം നമ്മളെന്ത് പരസ്പര വിരുദ്ധത എന്നുള്ള ദോഷം സ്മൃതിയിൽ തന്നെ വരും. പരസ്പര വിരുദ്ധതാ ദോഷം വരും. അപ്പം അങ്ങനെ വരുമ്പോൾ വേദാനുസാരിയായത് സ്വീകരിക്കാൻ പാടുള്ളൂ, വേദവിരുദ്ധമായത് തള്ളിക്കളയണം. അത് ശരിക്കും വിവേചിച്ചറിയാനുള്ളതായ ഒരു കഴിവ് നമുക്ക് വേണം. കാരണം നമ്മൾ ഇന്നലെകളെ മുഴുവൻ ന്യായീകരിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇരുളടഞ്ഞ മധ്യകാലഘട്ടത്തിൽ അത്യാചാരങ്ങൾ നടന്നിട്ടില്ല എന്ന അസത്യം പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഭാരതത്തിലല്ല, ലോകം മുഴുവൻ നടന്നിട്ടുണ്ട്. കറുത്ത വർണ്ണമുള്ളവരെ കാണുന്നിടത്ത് വെടിവെച്ച് കൊല്ലുന്ന വിഭാഗമാണ് KKK അമേരിക്കയിൽ. ഈ അടുത്ത കാലം വരെ സജീവമായിരുന്നു. വെളുത്ത വർണ്ണമുള്ളവർ മാത്രമേ ലോകത്തിൽ നിലനിൽക്കാൻ അധികാരികളുള്ളൂ. മറ്റുള്ളവർ അവരെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണെന്നാണ് KKKയുടെ അഭിപ്രായം. ഒരു കൂമ്പൻ തൊപ്പി വെച്ചിട്ട്, വെള്ളത്തൊപ്പി വെച്ച്, വെള്ള വസ്ത്രം ധരിച്ചിട്ടാണ് അവരുടെ വേഷം. പറഞ്ഞു കേൾക്കണു, ഇപ്പോഴും അത്തരം ചിന്താഗതിക്കാർ അമേരിക്കയിലുണ്ടത്രേ, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഗതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അന്ധകാരാവൃതമായ പലതിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. കടന്നു വന്നിട്ടില്ല എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അബദ്ധങ്ങൾ പലതും ഉണ്ട്. അതൊക്കെ ഉള്ളത് തന്നെയാണ്, ഇല്ല എന്ന് പറയില്ല. പക്ഷെ അത് തള്ളിക്കളയേണ്ടതാണ്. സ്മൃതികളിലില്ല, മനുസ്മൃതിയിൽ അങ്ങനത്തെ ദോഷങ്ങളൊന്നും വന്ന് കൂടിയിട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. തിളച്ച അയ്യൊരുക്കി ഉറ്റിക്കാനും തിളച്ച എണ്ണ ഒഴിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കഴുത്ത് വെട്ടാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ, ഇരുട്ടിൻ്റെ കാലഘട്ടത്തിൽ, ഇന്നലെകളിൽ സംഭവിച്ചതാണ്. അത് എല്ലാത്തിലും ഉണ്ടായിട്ടുണ്ട്, ഇല്ല? ഒന്ന് ഹദീസുകളൊന്ന് വായിച്ചു നോക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ, വേറെ ഒന്നും പറയുന്നില്ല. ബൈബിളിലെ പഴയ നിയമം ഒന്ന് വായിച്ചു നോക്കൂ. യഹോവ ചെയ്യുന്ന ഓരോ പരാക്രമങ്ങൾ എന്തൊക്കെയാണ്? അത് ഭൂതകാലത്തിലെ ദോഷങ്ങളായിട്ട് അംഗീകരിക്കുകയും അതല്ല വർത്തമാനകാലത്തിൽ നമ്മൾ കാക്ഷിക്കുന്ന ഒരു സമൂഹ ഘടന എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെ തോണ്ടിയെടുത്ത് കുറ്റപ്പെടുത്താൻ നിൽക്കാതെ, കാരണം നീ ഒന്ന് തോണ്ടിയെടുത്താൽ 10 തോണ്ടിയെടുത്താൽ എനിക്കറിയാം, അത് വേണ്ട എന്ന് വെക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അത് ചിന്തിക്കുക.
ഒന്ന് ഗണപതി മിത്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ബുറാക്കിൻ്റെ ഒക്കെ പറയേണ്ടി വന്നു. ബുറാക്കിൻ്റെ നമുക്ക് ആദ്യം അറിയില്ലേ? നമ്മൾ ഇന്ന് വരെ പറഞ്ഞിരുന്നു അതൊക്കെ. സുന്ദരിയായൊരു സ്ത്രീ, കോവർ കഴുതയുടെ ദേഹം, ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് മുഹമ്മദ് നബി 7 സ്വർഗങ്ങൾക്ക് മുകളിൽ പോണത്. എന്നിട്ട് പോണ വഴിക്ക് എല്ലാവരെയും കണ്ടു, വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും അഭിനന്ദിക്കുമ്പോൾ തിരിച്ചു വന്നു. എന്തിൻ്റെ മുകളിൽ? മനുഷ്യൻ്റെ തലയും കോവർ കഴുതയുടെ ഉള്ളിലുള്ളത്. സ്വർഗത്തിൻ്റെ മുകളിൽ, 7 സ്വർഗത്തിൻ്റെ മുകളിലാണ് പോയത്. ബുറാക്ക് എന്നുള്ള പേരിൽ എത്ര ബസ്സുകൾ ഇവിടെ ഉണ്ട്? ഇഷ്ടം പോലെ ഉണ്ട്. അത് നമുക്കറിയില്ല ആദ്യം. പക്ഷെ നമ്മളാരെങ്കിലും പറഞ്ഞിരുന്നു? അത് പറഞ്ഞിട്ടില്ല. പിന്നെ എപ്പോഴാണ് വിളിച്ച് പറയിപ്പിച്ചേ? ഗണപതി മിത്ത എന്ന് പറയും. ഗണപതി മിത്തല്ല നമ്മൾ പറയുന്നില്ല, ഗണപതിയിൽ മിത്തൻ്റെ അംശമുണ്ട്. ഗണപതിയിൽ ഈശ്വരനുണ്ട്, ഗണപതിയിൽ നമ്മൾ പരമാത്മാവിനെ കാണുന്നുണ്ട്. പക്ഷേ ഗണപതി ഉപാസനയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും മിഥോളജി കൂടി കലർന്നിട്ടുണ്ട്. അത് എല്ലാത്തിലും ഇല്ലേ? അപ്പോൾ ഒന്നിനെ നിന്ദിക്കാൻ വേണ്ടി പറയുമ്പോൾ മറ്റു പലതും പറയേണ്ടി വരും. ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് പരസ്പര ബഹുമാനത്തോടു കൂടെയും സത്യത്തെ എല്ലാവരും അംഗീകരിച്ചുകൊണ്ടും, എല്ലാ മതചിന്തകളിലും ഇന്നലെകളിൽ ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കൂടുതൽ കൂടുതൽ തെറ്റുതിരുത്തി പരിഷ്കൃതമായിരിക്കുന്ന ഒരു സമൂഹ വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരാനാണ് യത്നിക്കേണ്ടത്. അല്ലാണ്ട് ഇന്നലത്തെ ആചാരം വെച്ചുകൊണ്ടിരിക്കാൻ ആരും പറയുന്നില്ല. അതിനുള്ള പരിശ്രമമാണ് വേണ്ടത്. ശരി, ഏതായാലും കൊള്ളാം.